ഹലോ ഗൈസ്, ഇന്നൊരു നാല് ഹോർമോണുകൾ ഒരു 4 ഹോർമോണുകളാണ് നിങ്ങളെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത് ഒരു കമ്പനീൻ്റെ ആണ്, അതിൽ മറിച്ച് ഇത് വേറൊരു കമ്പനീൻ്റെ. ഇത് 2 കമ്പനീൻ്റെ പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിയതാണ്. പിന്നെ ഒന്നുള്ളത് മൂന്നാമത്തെ ഒരു ഹോർമോണാണ്, പ്രോട്ടീൻ ഹോർമോണായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് കറ്റാർവാഴ. നാലാമതായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നമ്മളെ കരിപ്പൊടി. അപ്പോൾ കണ്ടില്ലേ, നല്ല കരിപ്പൊടി, ഒറിജിനാലിറ്റി നാച്ചുറലായിട്ടുള്ള. പിന്നൊരു ഹോർമോണാണ്, ഹോർമോണിൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന സാധനമാണ് ഇളനീർ, കരിക്കും വെള്ളം. അപ്പം ഇങ്ങനെ ഈ 5 ഇനം ഹോർമോണുണ്ട്. അതിൽ 4 ഹോർമോണുകൾ ഉപയോഗിച്ച് എയർ ലെയറിങ്, പേരക്കയിലോ എല്ലാം ഇപ്പം ചെയ്യാൻ പോകുന്നത് പേരക്കയിലാണ്. ഏതാണ് ഫസ്റ്റ് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണമാണ്. ഇതാണോ ഈ FAST എന്നുള്ള പേരിലുള്ള അതാണോ, അല്ല ഇപ്പുറത്തുള്ള നേരെ ഇതാണോ ഒന്നും അറിയില്ല. അല്ല ഇനി നമ്മളെ കരിപ്പൊടിയാണോ അല്ല കറ്റാർവാഴയാണോ എന്നറിയില്ല. എന്തായാലും ഒരു പരിശോധന നടത്തി നോക്കുകയാണ്. ഫസ്റ്റ് ഏതാണ് നേരിട്ട് പെട്ടെന്ന് കൂടുതൽ വേര് വരാൻ കാരണമാവുന്നതെന്നുള്ള ഒരു പരിശോധനയിലാണ്. അപ്പോൾ നേരിട്ട് നമ്മൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വീഡിയോ കാണുന്ന ആളുകളെല്ലാവരും നമ്മളെ വീഡിയോകൾ പരമാവധി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കൊക്കെ അടിച്ച് പ്രോത്സാഹനം നൽകുക. മറ്റുള്ളവരിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് പരമാവധി നിങ്ങളെ വിജയമാണ് നമ്മളെ ഇത്തരം ഒരു ടെസ്റ്റിൻ്റെ വിജയം. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കാണണം. എല്ലാവർക്കും നല്ലതിനായി പ്രാർത്ഥിക്കുന്നു. നല്ലതെടുത്ത് നേരിട്ട് വീഡിയോയിലേക്ക് പോകല്ലേ. അപ്പോൾ ആദ്യമായിട്ട് നമുക്കിതൊന്ന് തുടക്കണം, ഒന്ന് വൃത്തിയാക്കണം. തുടച്ച് വൃത്തിയാക്കിയിട്ടേ പൊടികളൊക്കെ ഒന്ന് കളയണമല്ലോ. അതിൻ്റെ തൊലികളൊന്നാണ്ട് നീക്കം ചെയ്യണം. അതാണിപ്പോൾ നമ്മൾ എടുക്കുന്നത്. ഒരു സാമ്പിള് ടെസ്റ്റ് നടത്തി നോക്കണം. എന്താ പാട് ഈ ഹോർമോണ്, പലതരത്തിലുള്ള ഹോർമോണുകൾ ഉണ്ടാകുമ്പോഴേ ഏതാണ് കൂടുതൽ നമുക്ക് ഗുണം എന്നുള്ളത് ഒന്ന് നോക്കുന്നത് നല്ലതാണ്.
മെല്ലെ പശ കൊണ്ട് ഒഴിവാക്കി കൊടുക്കുന്നത് നല്ലതാണ്. പശ ഉണ്ടാകുന്നത് രണ്ടാമതും അതിൻ്റെ തൊലി വരാൻ കാരണമാകും. അപ്പോൾ അത് വേണ്ട, അപ്പോൾ അതിൻ്റെ ഒഴിവാക്കി കൊടുക്കുക. അതേമാതിരി തന്നെ ഇതിലും ചെയ്യുക. ഇങ്ങനെ 4 എണ്ണമാണ് ഇപ്പോൾ നമ്മൾ നിലവിൽ ചെയ്യേണ്ടത്. 4 എണ്ണം ചെയ്തിട്ട് ഏത് ഹോർമോണിലാണ് നമുക്ക് ബെറ്ററായിട്ട് ഇത് വേര് പിടിക്കുന്നതെന്നുള്ള റൂട്ടിങ് വരുന്നതെന്നുള്ള അങ്ങനെ പരിശോധനയാണ് ഇപ്പോൾ നടത്തുന്നത്. ആദ്യം കുറേ ചെയ്ത് വെച്ചുണ്ട്, അത് ഒരേ ഹോർമോൺ ചെയ്താണ്. ഇത് നമുക്ക് ഇതിന് ചകിരിത്തുപ്പാണ് ഇതിന് ആവശ്യം. ചകിരി വെച്ച് കൊടുക്കുക. ചകിരി വെച്ച് കെട്ടി കൊടുക്കുകയാണ്. ഹോർമോൺ തേക്കുന്ന ചകിരി വെച്ച് കൊടുക്കുക. ഇതെന്താ പാടെന്നുള്ളതാണ് ഇപ്പോൾ അവിടെ നോക്കേണ്ടത്. ഈ ഹോർമോണാണ് ഇപ്പോൾ ഒന്നും ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് ഈ ഹോർമോണാണ്. പിന്നെ 4 ഹോർമോണായിട്ടാണ് ഇപ്പോൾ നമ്മൾ പരിശോധനയ്ക്ക് വെക്കുന്നത്. ഇതിലാണ് കൂടുതൽ റിസൾട്ട് എന്നുള്ളത്. ഒരു 3 മാസം 2 മാസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ ഞാൻ ചകിരി എടുത്താട്ടെ. ഇതിനുള്ള ചകിരി എന്നിട്ട് ഏറിയാലും കേടാണ്. ആദ്യമായിട്ട് ഒരു കയറ് നമുക്കിവിടെ ഇഷ്ടക്കണം. ഫസ്റ്റായിട്ട് വേണ്ടത് ഒരു കയറ് ഇവിടെ. അത് പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഒന്നും വേണമെന്നൊന്നുമില്ല. നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വല്ല ബെഡ്ഷീറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശീലകൾ, പോളിസ്റ്ററിൻ്റെ ശീലകളായാലും മതി. ഇവിടെ ഇതുപോലൊക്കെ ചകിരിയാണ് വെച്ചിട്ടേ ചകിരിയാണ് വെച്ചിട്ടുണ്ട് കെട്ടി കൊടുക്കുകയാണ് പരിപാടി. അപ്പോൾ വീഡിയോ കാണുന്ന ആളുകൾ ഇതെങ്ങനെ ചെയ്യേണ്ടത് നോക്കിക്കോളി. കണ്ടില്ലേ, പുള്ളിക്കാരൻ എവിടെയും പോവില്ല. നമുക്കിതിന് മുകളിലൊരു പ്ലാസ്റ്റിക് ഒന്നാണ് കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ വീഡിയോ ലെങ്ത്ത് കൂടാതിരിക്കാനേ എന്ത് ചെയ്യുന്നത്, ശേഷം ഒന്ന് ചവിട്ടി പിടിക്കണം. പൊതിയുന്നതെല്ലാം കാണിച്ചാൽ അപ്പോൾ നമുക്ക് ലെങ്ത്ത് കൂടിപ്പോവും. അപ്പോൾ പൊതിയുന്ന രീതി എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുക. ഇതേമാതിരിയാണ് ഇപ്പോൾ നമ്മൾക്ക് സാധാരണ
ഏത് എയർ ലെയറിങ്ങും ചെയ്യാനുള്ളത്. ഇതിപ്പോൾ ചകിരി വെച്ചിട്ടുള്ള ലെയറിങ്ങാണ്. ഇതന്നെ ഇനി വാട്ടർ ലെയറിങ് ഉണ്ട്, ആവശ്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ ഇങ്ങനെ ഉള്ളൊരു പരിപാടി. ഇപ്പോൾ നിങ്ങൾ പ്ലാസ്റ്റിക് ഇങ്ങനെ കെട്ടിയിട്ട് ഒന്നാണ്ട് പൊതിഞ്ഞ് കൊടുക്കുക. അപ്പം പോരായുണ്ട്. ഇതുപോലെ 4 ഇപ്പോൾ നമുക്ക് ചെയ്യണം. ഒന്ന് റെഡിയായി, ഓൾറെഡി ഇപ്പോൾ ഒന്നായി. ഇനി അടുത്തതും അങ്ങനെ തന്നെ ചെയ്യണം. ഓക്കെ, കണ്ട. അപ്പോൾ 2 ഹോർമോൺ ഇപ്പോൾ ഉപയോഗം നടന്നു. ഇനി അടുത്തതായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള ഹോർമോണാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഒന്ന് കറ്റാർവാഴയാണ്, ഒന്ന് കരിയാണ്. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ഫുള്ളായിട്ട് ചെയ്യുന്നത് കാണിക്കുമ്പോൾ വീഡിയോ ലെൻത്ത് കൂടുതലിട്ട് പിന്നെ എന്താക്കിയിടുക. അപ്പോൾ സഹോദരങ്ങൾ, നമ്മളെ പരിപാടി ഉണ്ടല്ലേ, ഇത് 2 ഐറ്റം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഹോർമോണാണ്. ഇവിടെ 2 ഐറ്റം നമ്മളെ വീട്ടിലുള്ള ഹോർമോൺ തന്നെ അല്ല. ഇവിടെ ഇതിൽ കരിപ്പൊടിയാണ്, ഇത് കറ്റാർവാഴ. ഇത് സെപ്പറേറ്റ് എഴുതി വെക്കും. എഴുതി വെച്ചിട്ട് ഒരു 2 മാസമാണ് കഴിഞ്ഞിട്ട് ആർക്കാണ് പെട്ടെന്ന് എവിടെയാണ് വേര് പിടിക്കുന്നത് എന്നുള്ള ഒരു പരീക്ഷണമാണ്. നിങ്ങളെ പേരക്കാളൊക്കെ അങ്ങനെ ആയി വരുന്നുണ്ട്. അതിലൊക്കെ നിറച്ച് പേരൊക്കെ ഉണ്ട്. പേരക്ക കാണുന്നുണ്ടെന്നോ? അതിലൊക്കെ ഉണ്ട് പേരക്ക അവിടെയൊക്കെ ഉണ്ട്. അക്ക പേരക്കയാണ്. ഇതൊക്കെ വലിയ പേരക്കാവുന്ന പേരക്കയാണ്. കുട്ടികൾക്ക് നിലത്തുനിന്ന് അങ്ങനെ അറക്കാം. ഇതിലൊക്കെ ഉണ്ടാണ് കാണുന്നുണ്ട പേരക്ക. ഇതവിടെ പേരക്ക എടുത്ത് കാണിച്ചാൽ നിറയെ പേരക്ക. ഇതിനുള്ളിലൊക്കെ നിറയെ പേരക്കയാണ്. ഈ സമയത്ത് ലേശം മധുരം കുറവുണ്ട്. ഒന്നും കുഴപ്പമില്ല, മറ്റുള്ള വളമൊന്നും ഇല്ലാത്തതല്ലേ. അപ്പോൾ ആ വീഡിയോ കാണുന്ന ആളുകളെല്ലാവരും ഇതുപോലെ ചെയ്യാൻ പരിശ്രമിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയറൊക്കെ ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.